മാനനഷ്ട കേസിൽ രാഹുൽ ഗാന്ധിക്ക് ശിക്ഷ വിധിച്ച പശ്ചാത്തലത്തിൽ വ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്ത കോൺഗ്രസ്. ഡൽഹിയിൽ ഇന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം ചേരും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ അടിയന്തര യോഗം വിളിച്ച് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ. പിസിസി അധ്യക്ഷന്മാർ പങ്കെടുക്കാൻ നിർദ്ദേശം. യോഗം ചേരുന്നത് വൈകിട്ട് 5-ന്. രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രതിപക്ഷ എംപിമാർ വിജയ് ചൌക്ക് വരെ നടന്നു പ്രതിഷേധിക്കും. ഉച്ചകഴിഞ്ഞ് രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ചയ്ക്ക് പ്രതിപക്ഷ പാർട്ടികൾ സമയം തേടി. വിവിധ സംസ്ഥാനങ്ങളിൽ പിസിസികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളത്തിലും പ്രതിഷേധം. മലപ്പുറത്ത് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. നൌഫൽ ബാബു ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷാജി പച്ചേരി അധ്യക്ഷത വഹിച്ചു. രാഹുൽ ഗാന്ധിയെ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചതിനെ തുടർന്ന് കോതമംഗലം ടൌണിൽ കോൺഗ്രസ് വായ്മൂടിക്കെട്ടി പ്രകടനം നടത്തി. ഉദ്ഘാടനം എം.എസ്. എൽദോസ് നിർവഹിച്ചു. റോയി കെ പോൾ, ബാബു ഏലിയാസ്, സി.ജെ. എൽദോസ തുടങ്ങിയവർ സംസാരിച്ചു. ഖലിസ്ഥാൻവാദി അമർപാൽ സിംഗിനായി 7ാം ദിവസവും തെരച്ചിൽ തുടരുന്നു. പഞ്ചാബ് വിടാനുള്ള സാധ്യത കണക്കിലെടുത്ത് അയൽ സംസ്ഥാനങ്ങളിലേക്കും തെരച്ചിൽ. അമർപാൽ സിംഗിന്റെ ഗൺമാൻ തേജീന്ദർ സിംഗും മറ്റ് 2 പേരും പോലീസ് കസ്റ്റഡിയിൽ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഡൽഹിയിൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറുമായി കൂടിക്കാഴ്ച നടത്തും. വൈകിട്ട് കേരള ഹൌസിൽ കേന്ദ്ര സെക്രട്ടറിമാർക്ക് മുഖ്യമന്ത്രി വിരുന്നൊരുക്കും. നീതി ആയോഗ് വൈസ് ചെയർമാൻ ഉൾപ്പെടെ 49 കേന്ദ്ര സെക്രട്ടറിമാർക്കാണ് ക്ഷണം. ബിജെപി നേതാവ് പ്രകാശ് ജാവ്ദേക്കറിനെതിരെ സിപിഎം. ബ്രഹ്മപുരം വിഷയത്തിൽ ജാവ്ദേക്കർ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് പ്രചരിക്കുന്നത്. പൊതുസാമൂഹ്യ പ്രശ്നങ്ങൾ കൂട്ടായി പരിഹരിക്കേണ്ടതിന് പകരം രാഷ്ട്രീയ സെക്രട്ടേറിയറ്റ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പുറത്താക്കൽ നടപടിക്കെതിരെ കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങൾ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി വിധി ഇന്ന്. വിധി പറയുന്നത് ജസ്റ്റിസ് സതീഷ് നൈനാന്റെ ബെഞ്ച്. സെനറ്റ് അംഗങ്ങൾ തനിക്കെതിരെ നിഴൽ യുദ്ധം നടത്തുകയാണ് എന്ന ഗവർണറുടെ വാദം. സർക്കാരിനെതിരെ ഡോക്ടർ സിസ തോമസ് നൽകിയ കേസ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഹിയറിംഗിനായി മാറ്റിവെച്ചു. കേസ് ഈ മാസം 27-ന് പരിഗണിക്കും. സർക്കാരിന്റെ അനുമതി നേടാതെ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറുടെ ചുമതലയേറ്റതിന് സർക്കാർ അച്ചടക്ക നടപടിയെടുക്കുന്നതിനെതിരെയാണ് ട്രിബ്യൂണലിനെ സമീപിച്ചത്. പെരിന്തൽമണ്ണ നിയമസഭാ കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. മണ്ഡലത്തിലെ സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റിൽ കൃത്രിമം നടന്നെന്ന ആരോപണത്തെ തുടർന്ന് ഹൈക്കോടതി പരിശോധന നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ റിപ്പോർട്ട് കോടതി തേടിയിട്ടുണ്ട്. കേസിൽ ഹർജിക്കാരൻ മുസ്തഫ 51 സാക്ഷികളുടെ പട്ടിക കോടതിയിൽ സമർപ്പിച്ചിരുന്നു. തിരുവനന്തപുരത്ത് 13-കാരനെ കെഎസ്ആർടിസി ബസിൽ നിന്നും നട്ടുച്ചയ്ക്ക് വനിതാ കണ്ടക്ടർ ഇറക്കിവിട്ട സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി കെഎസ്ആർടിസി വിജിലൻസ് വിഭാഗം. വനിതാ കണ്ടക്ടറെ കണ്ടെത്താൻ തിരിച്ചറിയൽ പരേഡ് നടത്തും. കുട്ടിയുമായി സംഭവസ്ഥലത്തെത്തി വിജിലൻസ് വിഭാഗം തെളിവെടുപ്പ് നടത്തിയിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ലൈംഗിക അതിക്രമത്തിനിരയായ യുവതിയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ പ്രതിയായ ജീവനക്കാരെ ഇന്ന് പോലീസ് ചോദ്യം ചെയ്യും. 5 ജീവനക്കാർക്കെതിരെ യുവതിയുടെ പരാതിയിൽ കേസെടുത്ത് ഇന്നലെയാണ്. അന്വേഷണം മെഡിക്കൽ കോളേജ് അഡീഷണൽ കമ്മീഷണർ കെ സുദർശനന്റെ നേതൃത്വത്തിലാണ്. അരിക്കൊമ്പൻ ദൌത്യം നീട്ടിവെക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. ബുധനാഴ്ച വരെ ആനയെ പിടികൂടുന്ന ദൌത്യം പാടില്ല എന്ന നിർദ്ദേശം. നടപടി തിരുവനന്തപുരം ആസ്ഥാനമായ പീപ്പിൾ ഫോർ അനിമൽ എന്ന മൃഗസംരക്ഷണ സംഘടനയുടെ ഹർജിയിൽ. കോടതി വിധി അനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. ഭരണകൂടത്തിന്റെ ബാധ്യത കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. ഇപ്പോഴത്തേത് അന്തിമ വിധിയല്ല. കോടതി ഉത്തരവിന്റെ സാഹചര്യത്തിൽ ഉന്നതതല യോഗം വിളിച്ച് വനം മന്ത്രി. ഹൈക്കോടതി ഇടപെടലിൽ പ്രതിഷേധം രേഖപ്പെടുത്തി ഡീൻ കുര്യാക്കോസ് എം.പി. ഹൈക്കോടതിയിൽ നിന്ന് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്ത നടപടിയാണിത്. ഈ ഹർജി പരിഗണിക്കാനേ പാടില്ലായിരുന്നു. ഇത് മനുഷ്യത്വരഹിതമാണെന്നും ഡീൻ. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് വടക്കൻ ജില്ലകളിൽ ഒഴികെ ജാഗ്രതാ നിർദ്ദേശം. തീരദേശവാസികളും ജാഗ്രത പുലർത്തണമെന്ന കാലാവസ്ഥാ കേന്ദ്രം. കേരള സർവകലാശാലയിൽ പ്രസവിച്ച് 8ാം നാൾ ജീവനക്കാരിയെ വിളിച്ചു വരുത്തിയ സംഭവത്തിൽ ഡെപ്യൂട്ടി രജിസ്ട്രാർ ഡി.എസ്. സന്തോഷ് കുമാറിനെതിരെ ഇന്ന് നടപടിയുണ്ടായേക്കും. രജിസ്ട്രാർ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സർവകലാശാല വിസിയുടെ നടപടി. 3-അംഗ സമിതി യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയെങ്കിലും പരാതിക്കാരുടെ മൊഴിയെടുത്തില്ല എന്ന ആക്ഷേപം ശക്തമാണ്. എറണാകുളം പൂതൃക്ക പഞ്ചായത്തിലെ മീമ്പാറിൽ
3 നിലകളിലായി പ്ലാസ്റ്റിക് വേസ്റ്റ് സൂക്ഷിച്ചിരുന്ന പഞ്ചായത്ത് കെട്ടിടത്തിന് തീപിടിച്ചു. പട്ടിമറ്റം, മുളന്തുരുത്തി സ്റ്റേഷനുകളിലെ 3 ഫയർ എഞ്ചിനുകൾ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തം മണ്ഡലമായ വാരണാസി സന്ദർശിക്കും. 100-780 കോടി രൂപയുടെ പദ്ധതികൾക്ക് തുടക്കമിടും. ലോക ക്ഷയരോഗ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഉച്ചകോടി അദ്ദേഹം അഭിസംബോധന ചെയ്യും. ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടി അബ്ദുൽ നാസർ മദനി സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. വിചാരണ പൂർത്തിയാകും വരെ ജന്മനാട്ടിൽ കഴിയാൻ അനുവദിക്കണമെന്നാണ് ആവശ്യം. ആരോഗ്യനില തീർത്തും മോശമാണെന്നും വാദം. ജുഡീഷ്യറിയെ സർക്കാരിന് കീഴിൽ കൊണ്ടുവരുന്ന നിയമ ഭേദഗതികളിൽ ആദ്യത്തേത് പാസാക്കി ഇസ്രായേൽ പാർലമെന്റ്. അഴിമതി കേസുകളിൽ വിചാരണ നേരിടുന്ന പ്രധാനമന്ത്രി നെതന്യാഹുവിനെ രക്ഷപ്പെടുത്തുന്നതാണ് നിയമ ഭേദഗതിയെന്ന ആരോപണം. പ്രതിഷേധവുമായി ആയിരങ്ങൾ തെരുവിൽ. ഹൈവേകൾ കേന്ദ്രീകരിച്ചാണ് ഉപരോധം. വിവാദമായ പെൻഷൻ നയത്തിൽ ഫ്രാൻസിൽ പ്രതിഷേധം ശക്തം. പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെതിരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉപരോധം. തുറമുഖങ്ങൾ, ഇന്ധനശാലകൾ, മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ എന്നിവയും ഉപരോധിച്ചു. ഗതാഗത സംവിധാനം താറുമാറായി. റഷ്യ യുക്രൈൻ യുദ്ധം നീണ്ടേക്കുമെന്ന യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. യുദ്ധവിമാനങ്ങളും മിസൈലുകളും വൈകുന്നത് യുദ്ധം നീളാൻ കാരണമാകും. ആയുധം ലഭിക്കാൻ വേഗം നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയിൽ സെലൻസ്കി.